പി ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. സഖാവ് മോഹനൻ മാഷക്ക് നേരെ നടത്തിയിട്ടുള്ള അക്രമത്തിൻ്റെ പിന്നിലും മുന്നിലും RSSകാരാണ്. RSSൻ്റെ പ്രവർത്തന ശൈലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഭിന്നമാണ്. CPM കുറിച്ച് നിങ്ങൾക്കറിയാം. CPMൻ്റെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിമാർ നാട്ടിലെല്ലാവർക്കും അറിയുന്നവരാണ്. CPIM ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു തുറന്ന പുസ്തകം പോലെ പാർട്ടിയുടെ പ്രാദേശിക പ്രവർത്തകന്മാരാരാണ്, ലോക്കൽ നേതാക്കന്മാരാരാണ്, ഏരിയ നേതാക്കന്മാരാരാണ്, ജില്ലാ നേതാക്കന്മാരാരാണ് എല്ലാവർക്കും അറിയാമല്ലോ. രാഷ്ട്രീയ എതിരാളികൾക്കും അറിയാം. എന്നാൽ RSSൻ്റെ ചില തസ്തികളിരിക്കുന്ന ആളുകളെ ആർക്കും അറിയില്ല. മാധ്യമപ്രവർത്തകരായിട്ടുള്ള നിങ്ങൾക്കറിയുമോ CH കണാരൻ സ്മാരക മന്ദിരം പ്രവർത്തിക്കുന്ന മേഖലയിലെ RSS പ്രചാരക്കാരാണെന്ന്? ഈ അക്രമത്തിൻ്റെ പിന്നിൽ അത്തരമൊരു പ്രചാരക്കുണ്ടാവും. ആ പ്രചാരക്കുമാർ സമൂഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ രഹസ്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. തിരശീലയ്ക്ക് പിന്നിലിരുന്ന് വർഗീയ കലാപങ്ങളും കൊലപാതകങ്ങളും അക്രമങ്ങളുമൊക്കെ ആസൂത്രണം ചെയ്യുന്നത് RSSൻ്റെ പ്രചാരക്കുമാരാണ്. അതുകൊണ്ട് കേരളത്തിലെ പോലീസ് സേന അന്വേഷണ കാര്യത്തിൽ മികവുള്ള ഒന്നാണ്. ഇവിടെ കേരളത്തിൽ പലയിടത്തും നടത്തിയിട്ടുള്ള അക്രമങ്ങൾക്ക് പിന്നിൽ ഇത്തരം പ്രചാരകന്മാർ രഹസ്യമായി ആസൂത്രണം ചെയ്തതാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ജൂലൈ 11-ാം തീയതിയാണ് പയ്യന്നൂരിൽ DYFIയുടെ നേതാവും പാർട്ടി പ്രവർത്തകരുമായിട്ടുള്ള സഖാവ് ധനരാജനെ കൊലപ്പെടുത്തിയത്. ആ ധനരാജൻ്റെ കൊലപാതകം ആസൂത്രണം ചെയ്തത് ഒരു പ്രചാരക്കായിരുന്നു. അദ്ദേഹം ഇപ്പോൾ കേസിലെ പ്രതിയാണ്. അദ്ദേഹം പയ്യന്നൂരുകാരനല്ല, കണ്ണൂരുകാരനല്ല, അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. അപ്പോൾ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വന്ന് CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഇത്തരം അക്രമങ്ങൾ നടത്താൻ ആസൂത്രണം ചെയ്യുന്നത് ഇത്തരം പ്രചാരകന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മോഹനൻ മാഷക്ക് നേരെ നടത്തിയിട്ടുള്ള വധശ്രമത്തെക്കുറിച്ച് സമഗ്രമായിട്ട് അന്വേഷിക്കണം. ഇതിൻ്റെ പിന്നിൽ രഹസ്യമായിട്ട് ആസൂത്രണം ചെയ്ത പ്രചാരക്കാരാണ് എന്ന് കണ്ടെത്തണം. അങ്ങനെ വന്നാൽ നമ്മുടെ നാട്ടിൽ